ഹായ് ഹലോ അസ്സലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അതെന്താണെന്നറിയോ, റവയാണ് കേട്ടോ. ഞാൻ റവ കടയിൽ നിന്ന് വാങ്ങിയാൽ ഇങ്ങനെ വറുത്തുങ്ങാണ്ട് ഒരു ടിന്നിലിട്ടക്കലാണ്. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനായാലും ഉപ്പുമാവ് ഉണ്ടാക്കാനായാലും പിന്നെ ഈ റവ കേടുവരില്ല കേട്ടോ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന പോലെ വെച്ചാൽ റവ പെട്ടെന്ന് അങ്ങോട്ട് കേടുവരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്നാൽ അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പെട്ടെന്ന് പോകാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ചിക്കൻ്റെ എല്ലൊന്നും ഇല്ലാത്ത കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയാൽ. അപ്പോൾ അതാ നല്ല പച്ച ഇറച്ചി, ചിക്കൻ്റെ എല്ലൊന്നും ഇല്ലാത്ത ഇറച്ചി ഞാനൊരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ കൂട്ടുകാരൻ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ 2 ഇഞ്ചി കഷ്ണവും 2 വെളുത്തുള്ളി കഷ്ണവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കന് ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ ബ്രെഡ് ഇട്ട് കൊടുത്തത് നല്ലോണം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ അതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഇതുകൊണ്ട് നമുക്ക് കട്ലറ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിന് ചിക്കൻ നഗ്ലറ്റ് എന്നൊക്കെ പറയട്ടോ. പിന്നെ ഞാനിതിന് കട്ലറ്റ് എന്നാ പറയാ. എന്താ പറയുക, പിന്നെ തക്കാളി സോസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം അരച്ചിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് എല്ലാം നല്ലതുപോലെ അരഞ്ഞ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നറിയാം, ഇത് നമുക്ക് പിന്നെ കട്ലറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി ഒരു മുട്ടയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ ഉപ്പ് കുറച്ച് ഉപ്പ് കൂട്ടിക്കൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഉപ്പ് കുറവായതുകൊണ്ട് ഇനി നമുക്കൊരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട വേണം, നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട വേണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രെഡ് ഗംസിൻ്റെ പൊടിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പല പേരുകളിലായിട്ട് ഓരോരും പറയുന്നുണ്ട്. ചിക്കൻ നഗ്ലറ്റ്, കട്ലറ്റ് ഒക്കെ പറയാം കേട്ടോ നമുക്കിതിന്. അപ്പോൾ ഞാൻ പിന്നെ ബ്രെഡ് ഗംസ് ഒരു ടിന്നിലാക്കിയിട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തതാണ്. അപ്പോൾ അത് അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി കയ്യിൽ വെച്ച് വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് നമ്മുടെ മുട്ട കലക്കിയിലിട്ടിട്ട് നല്ലോണം മുക്കിയെടുക്കുക. അപ്പോൾ ഞാനിതാ കയ്യിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് മുട്ടയിലിടുക. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ഗംസിലിട്ടിട്ട് കുഴച്ച് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ആ ബ്രെഡ് ഗംസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെക്കുക. എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ എല്ലാം തന്നെ അതുപോലെ ചെയ്യട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലറ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ അതാ ഞാനിതിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ കുറച്ച് പണി തന്നെയാണ്. ഇങ്ങനെ ഇരുന്ന് ഇതിമൊക്കെ ചെയ്യൊക്കെ വേണം. അപ്പോൾ അത് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പലഹാരം നമ്മൾ ഉണ്ടാക്കുമല്ലോ കേട്ടോ, ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അതാ ഞാൻ ഇതും കൂടെ ഉണ്ട്, അതും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് പെട്ടെന്നൊന്ന് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ പൊരിച്ചെടുക്കട്ടോ. പിന്നെ ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതൊക്കെ നോമ്പ് തുറക്കണിൻ്റെ കുറച്ച് മുന്നേ പൊരിച്ചെടുക്കായിരിക്കും നല്ലത്, കാരണം അപ്പം ചൂടോടെ കഴിക്കാനാണ് നല്ല സ്വാദ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം തന്നെ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രെഡ് ഗംസൊക്കെ ഞാൻ കുറച്ച് പൊടിച്ച് ഒരു ടിന്നിൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കലാണ്. എന്നാൽ പിന്നെ ഇന്നും നമ്മുടെ ആവശ്യത്തിന് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 200 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡും എല്ലാം കൂടെ ആയപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ കട്ലറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തക്കാളി സോസൊക്കെ വേണം കേട്ടോ. തക്കാളി സോസ് പിന്നെ നമ്മൾ ഇതിലേക്ക് കഴിക്കുമ്പോൾ പിന്നെ ഇത് പൊട്ടിച്ചിട്ട് അതിൽ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ തക്കാളി സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളി സോസൊക്കെ ഉണ്ടെങ്കിൽ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് കഴിക്കാനും. അപ്പോൾ മയോണൈസോ തക്കാളി സോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്കിത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അല്ലാതെയും കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഓരോന്നായി തിരിച്ചും മറിച്ചിട്ടെടുത്ത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലതുപോലെ നല്ല കാണാനും സൂപ്പറാണ്. ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി പലഹാരമാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതാ ഞാൻ എല്ലാം തന്നെ ചുട്ടിങ്ങനെ എടുത്ത് കോരി വരികയാണ്.
അപ്പം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി, തക്കാളി സോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ബ്രെഡൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ലോണം അരച്ചെടുക്കുകയായിരുന്നു. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ഇത് അരച്ചെടുത്തപ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. കുരുമുളകും ഒക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല എരിവുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടത്. അപ്പോൾ അതാ കണ്ടോ, നല്ലതുപോലെ പൊള്ളച്ച് വരുന്നുണ്ട്. ഞാൻ ചട്ടിയിൽ കുറച്ച് ഓയിൽ പാർന്ന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഓയിലല്ല പാർന്നത്, വെളിച്ചെണ്ണയാണ് കേട്ടോ പാർന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഒക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞു അല്ലേ, നോമ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയി, നോമ്പൊക്കെ കഴിഞ്ഞു വരികയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചവന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അടുത്ത പ്രാവശ്യം നോമ്പെടുക്കാനും ഇതുപോലെ എല്ലാതും ഉണ്ടാക്കാനും ഒക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം തരട്ടെ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.